നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എതിർത്ത് സംസാരിക്കാം. പക്ഷേ നിങ്ങൾ പറയുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ നമ്മുടെ നിയമം വീക്ക് ആയതുകൊണ്ട് അതിന്റെ ധൈര്യത്തിലാണോ നിങ്ങൾ ഈ വെല്ലുവിളി ഭാഷ ഉയർത്തുന്നത്? പറഞ്ഞു വരുന്നത് അഭിജിത് ദീപ്കയെ കുറിച്ചാണ്. ഇന്നലെ അഭിജിത് ദീപ്കെ ഒരു സംഭാഷണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ദിവസമായിട്ട് നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി റീലുകളിലൂടെ ആളുകളിലേക്ക് അടുക്കാൻ നോക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമില്. പക്ഷെ ഇത് കണ്ട് അസഹിഷ്ണുത തോന്നിയ അഭിജിത് ദീപ്കെ, അതായത് CJP സ്ഥാപകൻ, ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി കസേര വിട്ട് മോദി സമൂഹ മാധ്യമങ്ങളെ ഇൻഫ്ലുവൻസർ ആയിക്കോളൂ എന്നാണ് അഭിജിത് ദീപ്കെ വിമർശിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത്. ആദ്യത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ജാൻമണിയാണ്. കേരളത്തില്, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം, പ്രബുദ്ധ മലയാളികൾ ഏറ്റവും കൂടുതൽ ആർജവത്തോടെ സംസാരിക്കുന്ന പ്രബുദ്ധ മലയാളികൾ എന്ന ടാഗ് ലൈൻ തന്നെ ഞാൻ ഇവിടെ കൊടുത്തത് വേറൊന്നുമല്ല. കാരണം ഇവിടുത്തെ പ്രബുദ്ധ മലയാളികൾക്ക് സ്വയമായിട്ടുള്ള ഒരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലും അപമാനിക്കുന്ന രീതിയിലാണ് അസം സ്വദേശിയായ ജാൻമണി ഇവിടെ വന്ന്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ജാൻമണി ഇവിടെ വന്നിട്ട് നരേന്ദ്രമോദി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അവൻ ഇവൻ കിളവൻ, അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തപ്പോൾ കേസായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഞാൻ മുന്നേ കോട്ട് ചെയ്ത നിയമത്തിന്റെ പോരായ്മ എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത്, CJP പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ ഒരു സമരം വിജയിച്ചു എന്ന് കരുതിയിട്ടാണോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത്? എവിടെന്നോ വന്ന് എവിടെന്നോ കിടന്ന ഒരു മനുഷ്യരല്ലേ നിങ്ങൾ? അതായത് ഇന്ത്യയിൽ ഒരു സമരം ചെയ്തു എന്ന് വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നത് ഇതൊരു ജനാധിപത്യ രാജ്യമായോണ്ടാണ്. പക്ഷെ ഇവിടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു വാക്കുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യത്തെ വരെ രൂക്ഷമായിട്ട് വിമർശിക്കാം, അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും പിതൃത്വത്തെ അളക്കാം എന്ന് വിചാരിക്കുന്നവരോട് അവർക്ക് തക്കതായ നിയമത്തിന്റെ ഭാഷയിലൂടെ മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തില് തുറന്നടിച്ച് സംസാരിക്കുന്നത്. ജാൻമണി തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞായറാഴ്ച പറഞ്ഞതാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്തിട്ട് കേരളത്തിലൊട്ടാകെ, ഇന്ത്യയിലൊട്ടാകെ പല സംസ്ഥാനങ്ങളിലും പല ആളുകളും കംപ്ലൈന്റ് കൊടുത്തിട്ടും ഇതുവരെ ജാൻമണി എവിടെയാണ്? ജാൻമണിനെ അറസ്റ്റ് ചെയ്തോ? എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? മറുതലക്കില് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് ഇപ്പോൾ അഭിജിത് ദീപ്കെയാണ്. അഭിജിത് ദീപ്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇന്ത്യയിൽ ജീവിച്ച് മറ്റു പല രാജ്യങ്ങളും കൂറ് കാണിക്കുന്നവർക്ക് ഒരിക്കലും അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് ഒരു പാർട്ടിയോട് വിരോധമാകാം, ആ പാർട്ടിയുടെ ആശയത്തോട് വിരോധമാകാം, ആ പാർട്ടിയുടെ ആശയം സംസാരിക്കുന്ന നേതാക്കളോട് വിരോധമാകാം. പക്ഷെ നിങ്ങളുടെ വിരോധം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആകരുത്. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊട്ടിക്കളിക്കാനുള്ള ചെണ്ടയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. കാരണം നമ്മുടെ നാട്ടിലെ നിയമം കടുപ്പിച്ചാൽ തീരാവുന്ന കുഴപ്പമേ നിങ്ങൾക്കുള്ളൂ. ഇത്തരം രൂക്ഷമായ ഭാഷയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിമർശിക്കുന്നവർ ഇത് വേറെ വല്ല നാട്ടിലും, അയൽ നാട്ടിലും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലുമാണ് ഇങ്ങനെ പോയി സംസാരിച്ചിരുന്നെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവും. നിങ്ങളുടെ ശവം പോലും എവിടെയാണ് അടക്കുന്നതെന്ന് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യമാകും. അപ്പോൾ ഇവിടുത്തെ നിയമത്തിലെ ദുർബലമായ അവസ്ഥയെ തന്നെ, ആ അവസ്ഥയെ വെച്ചുകൊണ്ട് നിങ്ങളൊരു ട്രംപ് കാർഡാക്കി, തുറുപ്പ് ചീട്ടാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ പയറ്റുകയല്ലേ? ഈ അടവിനെതിരെ സംസാരിക്കേണ്ടത് നമ്മുടെ നിയമം തന്നെയാണ്. ഈ നിയമത്തിന്റെ വ്യവസ്ഥയുടെ, അതായത് ഈ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ചടുലമായ കുറ്റകൃത്യങ്ങൾ നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ചാർത്തി നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അധികം നാൾ വിദൂരമൊന്നുമല്ല. ജാൻമണി ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയുകയില്ല. മാപ്പ് 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 എന്നൊരു സമൂഹ മാധ്യമങ്ങളെല്ലാം കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാൻമണി എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അറസ്റ്റ് ചെയ്തോ? ഇല്ല. പക്ഷെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇനി അഭിജിത് ദീപ്കയെ കുറിച്ച് പറയാനാണെങ്കിൽ ആർട്ടിക്കിൾ 370 370 ജമ്മു കാശ്മീരിൽ എടുത്തു കളപ്പോൾ അത് തിരികെ കൊണ്ടുവരുന്നു പറഞ്ഞില്ല. ബീഹാറിൽ ഒരു കേസ് വരും താങ്കളുടെ പേരിലില്ലേ? ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ താങ്കൾ ഇവിടുന്ന് വീരവാദം മുഴക്കുന്നത്? അതേപോലെ ഇപ്പോൾ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടല്ലോ, ഇന്ത്യയിലെ ഭാവി പ്രധാനമന്ത്രി പട്ട സ്വപ്നം കണ്ട് നടക്കുന്ന ഇതേ രാഹുൽ ഗാന്ധിക്ക് 2019 ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് താങ്കൾ ഇട്ടില്ലേ? വെറും ചെണ്ടയാണോ, ഒന്നിനും കൊള്ളാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞ് നാണമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ ഓന്ത് പോലും നിറമാറുന്ന തരത്തിൽ ലജ്ജിച്ചു പോകുന്ന തരത്തിലാണ് അഭിജിത് ദീപ്കയുടെ ഓരോരോ നീക്കങ്ങളും.
പിന്നെ അഭിജിത്ത് DK പറഞ്ഞൊരു കാര്യം, ഒന്നിനു പുറകെ ഒന്നായി നിയമങ്ങൾ പാസ്സാക്കപ്പെടുന്നു, പക്ഷെ ആളുകളുടെ ഉദ്ദേശങ്ങൾ ശരിയാകുന്നതുവരെ ഒന്നും സംഭവിക്കില്ലെന്നാണ് കഴിഞ്ഞ ദിവസം പാസ്സാക്കിയ പൊതുപരീക്ഷാ ബില്ലിനെ കുറിച്ച് അഭിജിത്ത് DK വിമർശിച്ചിരിക്കുന്നത്. അതെ, ഒരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് തിങ്കളാഴ്ച മുതൽ നമ്മുടെ കേന്ദ്രം അവതരിപ്പിച്ചതാണ് പാർലമെന്റിൽ. നിങ്ങൾ സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സമരത്തെ വരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെ ദൈവതുല്യം കാണുന്ന താങ്കൾക്ക്, താങ്കളുടെ അതായത് രാഹുൽ ഗാന്ധിയുടെ ആളുകൾ തന്നെയാണ്, MP-മാർ തന്നെയാണ് ആ ബില്ല് 2 ദിവസമായിട്ട് പാർലമെന്റിൽ പാസ്സാക്കാൻ സമ്മതിക്കാതിരുന്നത്. എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പല രീതിയിൽ ആളുകളെ ചോദ്യം ചെയ്ത് കുന്തമണിയിൽ നിർത്തുകയും ചെയ്ത് തിരിച്ച് ഒന്നുമല്ലാത്ത രീതിയിൽ സമയം ചെലവഴിച്ച് എങ്ങനെയൊക്കെയോ സഭ പിരിച്ചുവിടുന്ന രീതിയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി കൂട്ടനും അവിടെ നിന്ന് ഒച്ച വെച്ചുകൊണ്ടിരുന്നത്. ഈ ഒച്ച വെച്ചുകൊണ്ടിരുന്നതിന് അവസാനം ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു ബില്ല് പാസ്സായത്. അതും കോൺഗ്രസിന്റെ പിന്തുണ പോലും ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യം താങ്കൾ ഇനിയെങ്കിലും ഓർക്കേണ്ടതാണ്. ഇനി താങ്കൾ പറഞ്ഞുവല്ലോ, താങ്കൾ മഹാരാഷ്ട്രയിലേക്ക് താങ്കളുടെ സ്വന്തം ഭവനത്തിലേക്ക് പോകുന്ന വഴിക്കാണ് താങ്കൾ ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിൽ മഹാരാഷ്ട്ര വരെ എത്തിയല്ലോ. തൊട്ട് പഞ്ചാബ് എന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്. അവിടെ ഒരു പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ അവിടെ പോയും CJP പാർട്ടിയുടെ മറ്റു പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുക. കാരണം അവിടെ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. താങ്കളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമങ്ങളെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾക്ക് ഈ ആം ആദ്മി പാർട്ടിക്കെതിരെ വിരൽ ചൂടാൻ മടിയുണ്ടോ? അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയില്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ പ്രതിഷേധം മോദിക്കെതിരെ മാത്രമായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിനെ അവിടെ താഴെ ഇറക്കുക, അതേപോലെ 2047 അമ്മന്റെ രാജ്യം സ്വപ്നം കണ്ടവർക്ക് വിശാലമായിട്ട് വാതിൽ തുറന്നു കൊടുക്കുക എന്നൊരു ദൗത്യമാണോ താങ്കളുടേത്? കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കത്ത് താങ്കൾക്ക് സ്വീകരിച്ചതാണ്, താങ്കളുടെ പാർട്ടി സ്വീകരിച്ചതാണ്. ബ്രദേഴ്സ് ഇൻ ഫെയ്ത്ത് എന്നാണ് ആ കത്തിൽ എഴുതിയേക്കുന്നത്. അതായത് സമരത്തിലിറങ്ങുന്ന എല്ലാവരും ഞങ്ങളുടെ സഹോദരന്മാരെ പോലെയാണെന്ന് പറയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇന്ന് മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ അഭിജിത്ത് DK ആവുകൊണ്ടാണ് എന്നെ പിടിച്ച് ജയിലിടാത്ത, അല്ലെങ്കിൽ എന്റെ പേര് ഖാലിദ് എന്നോ വല്ലതോ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിലിലായേനെ. നിങ്ങൾ 2 ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിന്ദു മുസ്ലിം എന്നൊരു വേർതിരിവ് ഞാൻ കാണിക്കുകയില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഒരു മതത്തിന്റെ കാർഡ് നിങ്ങൾ ഇറക്കിക്കൊണ്ടുവരുന്നത്? ഇതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അരിതെന്ന് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നിങ്ങളെന്ന് പറയുന്നത് മറ്റൊരു ഇന്ത്യ സഖ്യത്തിന് വെറും ഒരു തുറപ്പിച്ചിട്ട് മാത്രമാണെന്ന്. അതുകൊണ്ട് നമ്മുടെ നിയമത്തിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ പറ്റി അപഖ്യാതിയും അതേപോലെ വെല്ലുവിളിയും നടത്തുന്നവർക്കെതിരെ കർശനമായ ശിക്ഷ ലഭിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു.